ഹലോ എവ്രി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കരിമടം മൂവിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓഗസ്റ്റ് 7 സിനിമ റിലീസാണ്. അപ്പൊ നമുക്ക് മൂവിയിലേക്ക് കടക്കുന്ന മുന്നേ ആദ്യം നിങ്ങൾ ലൈക്ക് നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ, നിങ്ങളുടെ പേരും നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറയാവോ? ഇത് അനസൈനുദ്ദീൻ. ഇതിന്റെ കഥ, തിരക്കഥ, മെയിൻ ഹീറോ, ലിറിക്ക്, സംഗീത സംവിധാനം എല്ലാം ചെയ്തിട്ടുണ്ട്. ഡയലോഗ് ഇത് തീർത്ഥ ഹരിദേവ് ഹീറോയിനാണ്. ജസൻ ജോസഫ് വില്ലനാണ്. പിന്നെ ഞാൻ അംലാജലി. അപ്പോ കരിമ്പടം മൂവി, അതിന്റെ ടൈറ്റിൽ തന്നെ കരിമ്പടം ആൻഡ് ദ പോയട്രി ഓഫ് ഹാട്രഡ് ലവ് അങ്ങനെ ഒരു ടൈറ്റിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ എന്താ നമ്മുടെ മൂവിനെ പറ്റി പറയാനുള്ളത്? എന്തൊരു ജോണറാണ്, എന്താ അതിന്റെ കഥ? ഇതൊരു മിസ്റ്ററിക് ഫാന്റസി റൊമാൻറ്റിക് ത്രില്ലർ മൂവിയാണ്. എനിക്ക് തോന്നുന്നു റൈറ്റർ ആയിരിക്കും. ഫിലിം ഒരു മിക്സഡ് ജോണർ ഫിലിമാണ്. ഒരു ഈ പറഞ്ഞ കണക്ക് ഒരു റിവെഞ്ച് സ്റ്റോറി. ഒരു ഫ്രണ്ടോഡിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് സ്റ്റോറി സ്ക്രീൻ പ്ലേ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു നോർമൽ റിവെഞ്ച് സ്റ്റോറി പോലെ ഫീൽ ചെയ്യാം. ബട്ട് ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ സിനിമകളിൽ നായകനെ കൊല്ലാൻ ശ്രമിക്കുന്നു, നായകൻ കൊല്ലപ്പെടുന്നില്ല, തിരിച്ചു വന്ന് പ്രതികാരം ചെയ്യുന്നു, ജയിക്കുന്നു. ഇതങ്ങനെയല്ല, കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള പ്രതികാരമാണ്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ്. ഒരു ലൂസിഡ് ഡ്രീം വേൾഡിൽ അവൻ ക്രിയേറ്റ് ചെയ്യുന്ന, മരണസമയത്ത് അവൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേൾഡിൽ അവൻ റിവെഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കാരണം, അവന് മരണത്തെക്കാളും പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് അതിന് കാരണമുണ്ട്. കാരണം അവൻ്റെ പാർട്ട്ണർ ബിട്രേ ചെയ്യുന്നു എന്നുള്ളതാണ്. അവൻ ചതിക്കുന്നു എന്ന് അവന് മനസ്സിലാവുന്ന തൊട്ടൊന്നും തോട്ട് വന്നിട്ട് പിന്നെ അവൻ കൊല്ലുന്നത് ആ വേൾഡിൽ അവൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. കൊല്ലുന്നതും ആ ഒരു ഡിഫറെൻറ്റ് രീതിയിലുള്ള കില്ലിങ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഫിലിം ഫുൾ എൻഗേജ് ചെയ്ത് തുടങ്ങുന്നത്. ബാക്കി പറയില്ല, മുഴുവൻ സിനിമ ആയി കഥ കുറച്ചുകൊണ്ടുള്ള അത് പറഞ്ഞു പോയി അത് പറഞ്ഞു പോയി. മെയിൻ എലമെന്റ് അപ്പൊ തീർത്ഥയുടെ ക്യാരക്ടറിനെ പറ്റി ലൈക്ക് ഇവരൊരു ഇൻട്രോ തന്നു. എന്താ തീർത്ഥയ്ക്ക് ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളത്? എനിക്ക് ക്യാരക്ടറിനെ പറ്റി ഭയങ്കര ഇഷ്ടമാണ് ക്യാരക്ടർ. അത് ഇപ്പോഴും അതിനെപ്പറ്റി എനിക്ക് എന്താ പറയുക, ആ ഒരു ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്റെ ആ ക്യാരക്ടർ ആയി പോകുന്ന ഒരു ഇതൊന്നല്ലോ, അത് അങ്ങനെയാ. കാരണം അത്രയും ഒരു ഇത് ആ ക്യാരക്ടറിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അതിനെ പറ്റി പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ വെയിനിന്ന് ഒരു ഇതില് പറയുകയാണെങ്കിൽ ആ കൊച്ചു ഭയങ്കര പാവമാണ്. എനിക്ക് ഒരു പറഞ്ഞു തന്നെ ആ ഒരു ഇതിൽ എനിക്ക് മനസ്സിലായി ഭയങ്കര ഇതായിട്ടുള്ള ഒരു കുട്ടി. അപ്പം അത്ര ഇഷ്ടപ്പെടുന്നു, നമുക്ക് ആർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. കഴിയുമ്പോൾ മനസ്സിൽ വേണി മാത്രം. അത് എത്രത്തോളം എനിക്ക് എന്റെ മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല്, ഷൂട്ടിനിടയിൽ ഉപയോഗിച്ച ഒരു സ്പ്രേ ഉണ്ട്, അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു സ്മെല്ല് എനിക്ക് വരുമ്പോൾ തന്നെ ഞാൻ ആ ഒരു ക്യാരക്ടറിലോട്ട് അങ്ങ് പോകും. അതെന്തോ എനിക്ക് ഇപ്പോഴും അങ്ങനെ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഡെബ്യൂ ആണ് ഇത്, ഫസ്റ്റ് ടൈം. ഓക്കെ, സോ അതുകൊണ്ട് കുറച്ചും കൂടി ക്ലോസ് ആയിരിക്കും ക്യാരക്ടർ. ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല പാവം. ഒറിജിനലായിട്ട് ഭയങ്കരമാണ്. ആള് വേറെ ലെവലാണ്. റിയൽ ലൈഫിൽ ആള് സ്ട്രോങ് ആണ്, വേറെ ലെവലാണ്. പക്ഷെ വെറും പാവം. ഇങ്ങനെ കുറച്ച് ഒരു നിസ്സഹായ അവസ്ഥ ഒക്കെ ഈ മറ്റേ പോസ്റ്റർ ഒക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട്.